ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വിച്ച് വേർഡ് ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വരിക കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ആ കമൻസ് ഒക്കെ എടുത്തിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതൊരു ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഒരു കാര്യം മുന്നിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. പിന്നെ ആഗ്രഹസാഫല്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്കൊരു നല്ല സമാധാനം കിട്ടാനും നല്ല ഉറക്കം കിട്ടാനായിട്ട്, നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, വെയിറ്റ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയും ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, ഞാൻ എപ്പോഴും പറയും നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യണം എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ പ്ലാൻസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡയറി എടുത്തിട്ട് അതിൽ നമ്മുടെ പ്ലാൻസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണിക്കാമോ എന്നുള്ളത്. മാക്സിമം അത് ഹൈഡ് ചെയ്ത് വെക്കുക. നമ്മുടെ പ്ലാൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഒരാളുമായിട്ടും ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഹസ്ബൻഡിനോട് നമുക്ക് വേണേൽ ഷെയർ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു ഡയറി എടുത്തിട്ട് നമ്മൾ അതിലൊരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എഴുതി വെക്കുന്നത് അത് നമ്മുടേത് മാത്രമാക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് സാധിക്കാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പുറമേയുള്ള ആൾക്കാരോടൊന്നും ഒട്ടും പറയാതിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടേത് മാത്രമാക്കി ഷെയർ ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് മാനിഫെസ്റ്റേഷൻ പവർ അതിന് കൂടുതലാണ്. പുറമേയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കണ്ണാണ്, നല്ലതിനെ നശിപ്പിച്ചെടുക്കാനുള്ള കഴിവ് ഒരുപാടുണ്ട്. അതായത് നമ്മളെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർക്കൊക്കെ നമ്മളോട് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയേ വേണ്ട കേട്ടോ. അങ്ങനെയൊന്നും കാണുന്നില്ല. ഈ ചിരിച്ച് കാണിക്കുന്ന മുഖങ്ങളുടെ ഉള്ളിലൊക്കെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ അതിൽ അസൂയ ഉണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ വന്ന് ആശ്വസിപ്പിച്ചാലും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വിഷമങ്ങളിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൽ കുറ്റം പറയുന്ന അല്ലെങ്കിൽ കുശുവ് തോന്നുന്ന, അസൂയ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കഴിവതും നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് പ്ലാന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലാൻസ് അല്ലെങ്കിൽ നമ്മൾ ജേണൽ എഴുതുമല്ലോ, അല്ലെങ്കിൽ അഫർമേഷൻസ് എഴുതും, നമ്മുടെ വിഷ് ലിസ്റ്റ് എഴുതും. ഇതൊന്നും ആരെയും കാണിക്കേണ്ട കേട്ടോ, ഒരാളെയും കാണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ വിഷ്വലൈസേഷൻ ലിസ്റ്റ് നിങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുന്നതൊക്കെ മാക്സിമം ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡയറിയിൽ നമുക്ക് ആ ഒരു വിഷ്വലൈസ് ചെയ്യേണ്ട പിക്ചേഴ്സ് ഒട്ടിച്ച് വെക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എഴുതുന്ന കാര്യങ്ങൾ, ജേണൽസ്, വിഷ് ലിസ്റ്റ്, ഇതൊന്നും ആരെയും കാണിക്കാതിരിക്കാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ അത് വേഗം മാനിഫെസ്റ്റ് ആകുകയുള്ളൂ. ഇനിയിപ്പോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ ഒരു മെഡിറ്റേഷനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ വ്യക്തിക്ക് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, എങ്ങനെയാണ് ഞാനിതൊക്കെ ചെയ്തിരുന്നു, എനിക്കിതൊക്കെ അച്ചീവായി എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ നിങ്ങളുടെ ഒരു കാര്യങ്ങളും നെക്സ്റ്റ് പ്ലാൻസ് ഇതൊന്നും ഒരാളോടും ഷെയർ ചെയ്യാതെ ഇരിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, അതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഓരോന്നോരോന്ന് എഴുതി വെച്ച് നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ഉയർന്നു വരാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓരോ ദിവസവും ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു 100-200 കാര്യങ്ങൾ നമ്മുടെ വിഷ് ലിസ്റ്റിൽ എഴുതി വെക്കുക. ഒറ്റ ദിവസം കൊണ്ട് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു ദിവസം 10 എണ്ണം വെച്ചിട്ട് എഴുതുക, അല്ലെങ്കിൽ ഒരു ദിവസം 5 എണ്ണം വെച്ചിട്ട് എഴുതുക. കുറേ പേജസ് അങ്ങ് വിട്ടോളുക. എൻ്റെ മൈ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ മൈ ഗോൾസ് എന്നൊരു ഹെഡ്ലൈൻ കൊടുത്തിട്ട് അതിനിങ്ങനെ എഴുതി കൊടുക്കുക. ഓരോ ദിവസവും നമുക്കതിൽ ആഡ് ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് 100-200 ഒന്നും 200 കൂടാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ നമുക്ക് ചെറിയൊരു പൊട്ട് വാങ്ങിക്കുന്നത് പോലും നമ്മളുടെ ആഗ്രഹം തന്നെയാണ്. അപ്പം നമുക്കതൊക്കെ ആഡ് ചെയ്യാം. അല്ലാതെ വലിയ കാറ് വാങ്ങിക്കുന്നതോ വീട് വാങ്ങിക്കുന്നതോ മാത്രമല്ല വിഷ് ലിസ്റ്റ്. അങ്ങനെ വലിയ കാര്യങ്ങൾ മാത്രം വിഷ് ലിസ്റ്റ് എഴുതുമ്പോൾ അത് ചിലപ്പോൾ 1, 2, 3, 4, 5 അല്ലെങ്കിൽ 10 ഒതുങ്ങും അല്ലേ. ഞാൻ ഇപ്പോൾ 200 ആണെങ്കിൽ എങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ വിഷ് ലിസ്റ്റ് ഭയങ്കര വലുതാകുന്നത്. നമുക്ക് വലിയ വിഷ് ലിസ്റ്റ് എഴുതി വെക്കണം. എന്നിട്ട് നമ്മളത് ഓരോന്നും സാധിച്ചു കഴിയുമ്പം ടിക്കിട്ട് പോകണം കേട്ടോ. അവസാനം നമ്മളത് പിന്നീട് എടുത്ത് മറിച്ച് നോക്കും, നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്ക് ഉണ്ടാകുന്നൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, അതൊക്കെ വർദ്ധിക്കും. അതൊക്കെ
നമുക്കൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാകുമ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻ ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കും. നമുക്ക് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ഒരു മൂഡിൽ എപ്പോഴും പോകാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ മറ്റുള്ളവരുടെ ഒരു മുതൽ തട്ടിയെടുക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കരുത് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഒരു നന്മ ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് അർഹിക്കുന്നവർക്ക് ഒരു സഹായം കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ പ്രായം ചെന്നവരെ കാണുമ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ ആയിട്ട് കാണുന്ന അമ്മമാരെ അവരെ കാണുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡൊക്കെ വാങ്ങിച്ച് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു ബ്ലെസ്സിങ് കൂടെയാണ്. നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ഇപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നുള്ളതിൽ നിന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഒരു മനസ്സ് നിറഞ്ഞ ഒരു ഫീലുണ്ട്. അതൊന്നും അനുഭവിച്ചാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിൻ്റെ ഒരു നന്മ അത് നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാവും, നമ്മുടെ മക്കൾക്കുണ്ടാവും, നമ്മുടെ ഫാമിലിക്ക് കിട്ടും. അങ്ങനെ വിചാരിച്ചാൽ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് കൊണ്ട് വന്നോളുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്മുടെ പ്ലാൻസ് ഒരാളുമായിട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ എപ്പോഴും വിചാരിക്കുക. ഇതിനെക്കുറിച്ച് കുറേ ഡൗട്ടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വിഷ് ലിസ്റ്റോ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ 2015 തൊട്ട് ഇങ്ങനെ വേണം, കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമ്മളത് ഒരാളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളുടെ പ്ലാൻസാണ്, അത് നമ്മളുടെ പ്രൈവസിയാണ്. നമ്മളുടെ ഈ പ്ലാൻസ് ഒരാളോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഡ്രീം, എൻ്റെ പ്രൈവസി എന്നുള്ള രീതിയിൽ അത് കീപ്പ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അത് നമുക്ക് ഇനി പിന്നെ ഒരു കാര്യം, ഡൗട്ട് ചെയ്യരുത് കേട്ടോ. അതായത് ഇതെങ്ങനെ എനിക്ക് സാധിക്കാൻ പറ്റും, ഇതെങ്ങനെ എന്നിലേക്ക് വരും, ഇത് വരുമോ, ഇത് നടക്കുമോ, അങ്ങനെയുള്ള ഡൗട്ട്സ് പാടില്ല. ഓക്കെ, എങ്ങനെ, ആര് വഴി, എപ്പോൾ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇത് സംഭവിക്കും ലൈഫിൽ. ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് എഫേർട്ടുകളുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, നല്ലൊരു സ്കിന്ന് വേണം. അപ്പോൾ നമ്മൾ ആ സ്കിൻ കെയറിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ചില എഫേർട്ടുകളുണ്ട്. അത് നന്നായിട്ട് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് എന്നൊന്നും അല്ല. നമ്മൾ കൊടുക്കേണ്ട ഒരു എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേരാൻ യൂണിവേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ 2025 നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.